തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട്. അപ്പോൾ IPL കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. എന്ത് പറയാം, അത് നമ്മുടെ ഭയങ്കര സീക്രട്ട്, ഇതുവരെ വിട്ടിട്ടില്ല പുറത്ത്. നമ്മൾ ടീം കോമ്പിനേഷൻ നമ്മളിങ്ങനെ പുറത്ത് വിടാറില്ലെന്നാണ് നമ്മുടെ ഓണർ സുഭാഷ് ഭായി പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഇല്ലേ, അതൊരു സർപ്രൈസായിട്ട്. ഇല്ല ചേട്ടാ, നമ്മളെന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു പേഴ്സ് എമൗണ്ട് ചിലവാക്കിയിട്ടും ഒരു നല്ലൊരു ബാലൻസ് ടീം എടുക്കാൻ പറ്റിയ നല്ല പ്രിപ്പറേഷനായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നമ്മൾ ഇപ്രാവശ്യം ടീമിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഈ ടീം കോമ്പിനേഷനിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് ടീം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചസും ക്യാപ്റ്റനും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെ ഇവിടെ ഏത് കോമ്പിനേഷനിൽ ഇറക്കി വിടണമെന്നാണ്. പിന്നെ T20 ആകുമ്പോൾ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ വലുതായിട്ട് ഒരു ഫിക്സ്ഡ് ബാറ്റിംഗ് ഓർഡർ ഉണ്ടാവാറില്ലല്ലോ. ഒരു മാച്ചിനനുസരിച്ച് കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്നാണ് നമ്മുടെ ഒരു ടീമിൻ്റെ ഒരു ഡിസിഷൻ എന്നാണ്. അതെ അതെ, അവർ കണ്ടിട്ട് താടിയൊക്കെ വളർന്നിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കണ്ടറിയാം. അതന്നെ അതെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത്. അപ്പോൾ 5-ാം വയസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യലും ക്രിക്കറ്റ്. ചേട്ടൻ്റെ കുറേ ബോളിംഗ് എറിഞ്ഞ് തന്നുകൊണ്ടാണ് എൻ്റെ ബാറ്റിംഗ് നന്നായെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. തിരിച്ച് വലുതായിട്ട് എറിഞ്ഞ് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തളർന്നെന്നൊക്കെ പറയും, തിരിച്ച് ബോളിംഗ് എറിഞ്ഞ് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ളൊരു വിശ്വാസം എന്ന് വെച്ചാൽ, എന്നെപ്പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്നെക്കാട്ടിയും കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ക്രിക്കറ്ററാണ്. അപ്പോൾ എല്ലാവരുടെയും ജേർണി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും സക്സസ്സും ലൈം ലൈറ്റും കിട്ടുന്നത് പല സ്റ്റേജസിലാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ചേട്ടന് ക്രിയേറ്റായി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു. പിന്നെ നമ്മൾ വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ച് വളർന്ന കുറേ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. ചേട്ടൻ ആസ് ഒരു ക്യാപ്റ്റൻ, ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു ടീമിൽ സീനിയർ പ്ലെയറായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഒരു വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. എല്ലാം ക്യാപ്റ്റൻ്റെ തല ഇട്ടാൽ മതി. പുള്ളി എന്തോ തീരുമാനം തെറ്റിപ്പോയെന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നല്ല ഫൺ ഫീൽഡായിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കുറേ കൂടെ കളിച്ച കൂട്ടുകാർ, കൂടെ കളിച്ച കുറേ അനിയന്മാർ, കുറേ ചേട്ടന്മാർ എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ KCLനെ കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം.